അച്ഛനെന്തോ ഒരു പ്രത്യേക ഒരു വാത്സല്യമുണ്ട് മമ്മൂക്കയുടെ അടുത്ത്. അത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കല്യാണ നിശ്ചയത്തിന് മദിരാശി വെച്ചായിരുന്നു. 40 ആളുകളേ ഉള്ളൂ. മമ്മൂക്കേനെ മാത്രമാണ് വിളിച്ചത്. സിനിമ ഫീൽഡിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹരിഹരൻ അങ്കിളും മമ്മൂക്കയും മാത്രമാണ് വന്നത്. വേറെ ആരെയും അച്ഛൻ വിളിച്ചില്ല. ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും, നീ നോയിക്കോളണം കേട്ടോ, നമ്മുടെ നോയിക്കോളണേ. അപ്പം അതെനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ഛൻ മൂപ്പരുടെയും കൂടിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സ്ട്രീക്കും കൂടി ഉണ്ട് മമ്മൂക്കയ്ക്ക്. മഞ്ചേരിയിൽ വക്കീലായിരിക്കെ PI മുഹമ്മദ് കുട്ടിക്ക് തപാൽ വഴി വന്നു MD വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമായ ദേവലോകത്തിൽ പ്രധാന വേഷത്തിലേക്കുള്ള വിളി. മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം. പിന്നീട് പലതവണ മലയാളത്തിന്റെ അക്ഷരപുണ്യം MDയുടെ കഥാപാത്രങ്ങളായി മാറി മമ്മൂട്ടി എന്ന മഹാനടൻ. ആൾക്കൂട്ടത്തിൽ തനിയെ, അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ, അനുബന്ധം, ഇടനിലങ്ങൾ, കൊച്ചുതെമ്മാടി, ഒരു വടക്കൻ വീരഗാഥ, മിഥ്യ, സുഹൃതം, ഉത്തരം, കേരളവർമ്മ പഴശ്ശിരാജ എന്നിങ്ങനെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ നിറഞ്ഞാടിയ MD കഥാപാത്രങ്ങൾ. 2 ഇതിഹാസങ്ങളുടെ ആത്മബന്ധത്തിന്റെ കെട്ടുറപ്പും വളർന്നു. ഇപ്പോഴിതാ മലയാളത്തിന്റെ മഹാപ്രതിഭ MDക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ച് ശ്രീ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ചിലരെങ്കിലും പറയാറുണ്ട് MDയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ് എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ 2 കൈകളും മലർത്തി വയ്ക്കുന്നു.